തുഷാർ വെള്ളാപ്പള്ളി നടേശഗുരുവിൻ്റെ പ്രിയപുത്രൻ. BJP ആകാൻ അച്ഛനൊപ്പം പോയി മോദിയെ അടുത്ത് കണ്ടത് ഭാഗ്യമായി എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. അപകടം മണത്ത നടേശഗുരു നേരത്തെ തന്നെ ഇടത്തോട്ട് കണ്ണടിച്ച് തുടങ്ങിയിരുന്നു. എന്നാൽ അപ്പോഴും BJPക്കൊപ്പം NDAക്കാരനായി തുടർന്ന തുഷാറിനിപ്പോൾ സംഗതി പിടികിട്ടി തുടങ്ങി. ഈഴവൻ്റെ സംഘടനയെ കൂടെ കൂട്ടിയാൽ ഈഴവ വോട്ടുകൾ മൊത്തം കിട്ടുമെന്ന് കരുതിയ മോദിജിക്കും അമിത്ഷായ്ക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ എല്ലാം ബോധ്യമായി. അതോടുവിൽ മകൻ വെള്ളാപ്പള്ളിക്കും മനസ്സിലായി. അതുകൊണ്ട് ചോദിക്കുക, ഇനി എന്തെങ്കിലും നടക്കുമോ? പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞത് പല മാസങ്ങൾ വെയിറ്റ് ചെയ്തു, പലതും നടക്കുന്നില്ല. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇടത് വലത് മുന്നണികളുടെ ഇപ്പോൾ ഞങ്ങളോട് ഉണ്ടായിട്ടുള്ള അവഗണന കൊണ്ടാണല്ലോ ഇങ്ങനൊരു പുതിയൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകാൻ തന്നെ ഉണ്ടായിട്ടുള്ള കാരണം. അപ്പം അങ്ങനെ ആരുടെയും അവഗണന സഹിക്കേണ്ട ആവശ്യം നമുക്കില്ല, അത്രേ ഉള്ളൂ. ശരി, അവഗണന സഹിക്കട്ടെ. അപ്പോൾ പിന്നെ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടേണ്ട സമയമായില്ലേ? ഞങ്ങളിപ്പോൾ അങ്ങനൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ആരുടെങ്കിലും കൂടെ ഇപ്പോൾ ഇന്ന് വാർത്തയെ കണ്ടു, UDF-ഉമായിട്ട് ചർച്ച നടത്തി, പിന്നെ ശ്രീ ഉമ്മൻചാണ്ടി നേരിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ വാർത്തകളൊക്കെ വരുന്ന മീഡിയ വന്നതായിട്ട് കണ്ടു. അതൊക്കെ തെറ്റാണത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം, അദ്ദേഹം മാറിയ ശേഷം ഇതുവരെ ഒരു പ്രാവശ്യം പോലും ഞാൻ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല. അതൊക്കെ തെറ്റായ വാർത്തയാണ്. അങ്ങനെ ഒരു തരത്തിലുള്ള ചർച്ചകളും LDF-ഉമായിട്ടോ UDF-ഉമായിട്ടോ ചെയ്തിട്ടില്ല. ഞങ്ങൾ NDA തന്നെ ശക്തമായി നിൽക്കുന്നു. പക്ഷേ അതിനോടൊപ്പം ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കേണ്ട സ്ഥലങ്ങൾ അറിയിക്കണമല്ലോ, അതേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ പ്രതിഷേധം പൂർത്തിയായി എന്നർത്ഥം. അതിൻ്റെ ഭാഗമായിട്ടാണോ കഴിഞ്ഞ ദിവസം ദില്ലിയിലെ യോഗത്തിൽ പോവാതിരുന്നത് താങ്കൾ? അല്ലല്ല, അതിന് ബാബുചേട്ടൻ പോയിരുന്നല്ലോ. ഞാൻ ചെല്ലായിരുന്നു. കാരണം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റാതിരുന്നത്. അതിന് പകരം ബാബുചേട്ടൻ അദ്ദേഹം അവിടെ ചെല്ലുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മുന്നണി യോഗത്തിനടക്കം അസിസ്റ്റന്റുമാരെ അയച്ചാൽ മതി എന്നർത്ഥം. അത് പൊതുവേ എല്ലാ പ്രവർത്തകർക്ക് മുഴുവനുള്ളൊരു വിഷയമാണ്. കാരണം ഞങ്ങളുടെ കാര്യം ഇത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു വർഷത്തോളം ആകുന്നു. ഒരു വർഷത്തോളം കുറേ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷെ പല കാര്യങ്ങളും നടക്കുന്നില്ല. നടക്കാതെ വരുമ്പോൾ അണികളുടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതിനനുസരിച്ച് ഞങ്ങൾ പ്രതികരിച്ചല്ലേ മതിയാവും. പ്രതികരിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് ആരോടാണെന്ന് കൂടി ഓർക്കണം. ആന പറക്കുന്ന കാറ്റിന് ആരാ തുഷാർജി ആടിനെ തരിക? ഈ ബന്ധം അങ്ങോട്ട് വിട്ടുകൂടെ? മുന്നണി വിടണം എന്നുള്ളൊരു തീരുമാനവും ചർച്ച നടന്നിട്ടില്ല. ഞങ്ങൾ പറയേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇപ്പം അവിടെ UP ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇലക്ഷൻ നടന്നിരിക്കുന്ന സമയമായിട്ട് കഴിഞ്ഞ 2 മാസക്കാലമായി ഇപ്പം അമിത്ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പലതും സംസാരിക്കാനും ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് പ്രാക്ടിക്കലായിട്ട് കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ വേണ്ട കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതെ, 10 മാസമായിട്ടും പ്രസവിക്കാത്തത് ഇനി എന്ന് പ്രസവിക്കാൻ? ഒരിക്കൽ കൂടി ചോദിക്കട്ടെ, അങ്ങോട്ട് വിട്ട് കളഞ്ഞൂടെ? BDJS എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ LDF-ന്റെ കൂടെ പോകാം, UDF-ന്റെ കൂടെ പോകാം, BJP NDAയുടെ കൂടെ പോകാം. ഏത് മുന്നണിയുടെ കൂടെ പോകുന്നതിനും BDJS സംബന്ധിച്ചുള്ള തടസ്സമുള്ള കാര്യമല്ല. ഞങ്ങൾ ആരുമായി ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ NDA തന്നെ ശക്തമായി നിൽക്കുന്നു. NDAയുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ നിൽക്കുന്നതും. ഞാൻ NDAയുടെ കൺവീനറായിട്ടിരിക്കുന്ന ആളാണ്. ഞങ്ങളുടെ എല്ലാ ജില്ലാ ഭാരവാഹികളും NDAയുടെ നേതാക്കന്മാരുമാണ്. അതെ, മൊത്തം ഭാരവാഹികളുടെ എണ്ണം പറഞ്ഞ് ഭയപ്പെടുത്തരുത്. അല്ല, ഈ ഭാരം താങ്ങികൾക്കൊക്കെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ എന്നെങ്കിലും ലഭിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ നോക്കുന്നത് ഇതൊന്നുമല്ല. ഞങ്ങൾ ബൂത്ത് തല കമ്മിറ്റികളും പഞ്ചായത്ത് തല കമ്മിറ്റികളും നിയോജകമണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം പുനഃസംഘടിപ്പിച്ച് അത് ഭംഗിയായി കൊണ്ടുപോകുന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന അജണ്ട. ഇപ്പം തന്നെ CPM കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബൂത്ത് കമ്മിറ്റിയിലുള്ള സംഘടന ഇപ്പം തന്നെ BDJS ആയി മാറിക്കഴിഞ്ഞു. കാരണം ഏതാണ്ട് 38% മുകളിൽ ബൂത്ത് ലെവൽ കമ്മിറ്റികൾ ഞങ്ങൾ ഉണ്ടായി കഴിഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും കമ്മിറ്റികളായി, എല്ലാ നിയോജകമണ്ഡലത്തിലും കമ്മിറ്റികളായി, ജില്ലാ കമ്മിറ്റികൾ ഉൾപ്പെടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ശക്തി കേരളത്തിൽ എന്ത് എന്നുള്ളത് മുഴുവൻ പാർട്ടിയും കാണിച്ചു കൊടുത്ത ശേഷം മാത്രമേ എന്ത് എങ്ങനെ എന്നുള്ള കാര്യം ഞങ്ങൾ തീരുമാനമെടുക്കൂ. അതല്ലാതെ ഇപ്പോൾ ഒരു എടുത്തപടിക്ക് ഇപ്പം NDA വിട്ടു പോകണമെന്നോ അല്ലെങ്കിൽ NDA തള്ളി പറയുകയോ ഒന്നുമല്ല ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഒരു സംഘടനയ്ക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞെന്നുള്ളൂ. അല്ലാതെ ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് മാധ്യമ സൃഷ്ടിയാണ്. ഏതാണ്ട് ഈ പറയുന്ന BDJS NDAന്ന് വിട്ടുപോകാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്ത, അതുപോലെ ഞാൻ പോകാതിരുന്നതിന് കാരണം ഇതിൻ്റെ പ്രതിഷേധം കൊണ്ടാണ് പോകാതിരുന്നുള്ള വാർത്ത, അതൊക്കെ തെറ്റാണ്. കഷ്ടമായിപ്പോയി. ആ പാവത്തെ വെറുതെ സംശയിച്ചു. എന്തെങ്കിലും സ്ഥാനങ്ങൾ കിട്ടിയാൽ അടങ്ങിക്കൊള്ളും ഇല്ലേ? സ്ഥാനങ്ങൾ കിട്ടുക എന്നുള്ളതല്ല ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം. കാര്യം NDA എന്നൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ NDA എന്ന് പറയുന്ന പേരിൽ തന്നെ വേണം സമരങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് പരിപാടി നടത്താൻ. ഇത് ഒറ്റയ്ക്ക് നടത്തുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ശുഷ്കിച്ച് പോകുന്നുണ്ട് ഒരുപാട്. ഒരു NDA എന്ന് പറയുന്ന ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ സംവിധാനം കേരളത്തിൽ വരുമ്പോൾ അത് ശുഷ്കമായിട്ടാണ് പലപ്പോഴും പരിപാടികൾ നടന്നു പോകുന്നത്. അല്ല, BDJS-ന്റെ ഒക്കെ ജനം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ നടത്തിയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാം കണ്ടിട്ടുള്ളതാണല്ലോ. BDJS-ന്റെ ലോഞ്ചിങ് ഉൾപ്പെടെ ഇപ്പോൾ ഒന്നാമത്തെ ഞങ്ങളുടെ വാർഷികം നടത്തിയ സമയത്തും ഏതാണ്ട് 10-15,000 മുകളിൽ ആളുണ്ടായിരുന്നു. ആ വന്ന് ഒരാൾക്കും ₹1 ഞങ്ങളാരും പിരിച്ചു കൊടുത്തിട്ടില്ല. അത് പഞ്ചായത്ത് ലെവൽ ഭാരവാഹികൾ മാത്രമാണ് അവിടെ വന്നത്. കാര്യം ഇന്ന് നമുക്കാരും സംഘടനാ സംവിധാനം BDJS സംബന്ധിച്ചോളം എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതുകൊണ്ട് ആൾ മൊബിലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം
പിന്നെ NDAയുടെ ജില്ലാ സമ്മേളനം നടന്നു. ജില്ലാ സമ്മേളനം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ BDJSന്റെ പ്രവർത്തനമാണ് എല്ലാ ജില്ലയിലും ചെന്നത്. അതെ, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ആളെ കൂട്ടാൻ എളുപ്പത്തിൽ കഴിയും. എന്നാൽ ഇതൊന്നും വോട്ടായി കാണുന്നില്ലല്ലോ, ആരെയും ജയിപ്പിക്കാനും പറ്റിയില്ല. അതുകൊണ്ട് BDJSന് ഒരു സ്കോപ്പില്ല എന്നല്ലേ കരുതേണ്ടത്? BDJSന് എല്ലാ സ്ഥലത്തും സ്കോപ്പുണ്ട്. അവിടെ മാത്രമല്ല, ഇപ്പോൾ LDFിലാണെങ്കിലും UDFിലാണെങ്കിലും NDAയിലാണെങ്കിലും ഈ BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് കേരളത്തിൽ സ്കോപ്പുള്ളതാണ്. കാര്യം സ്കോപ്പുള്ളതുകൊണ്ടാണല്ലോ ഒന്നുമില്ലായിരുന്നിട്ടും ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഏതായാലും ഞങ്ങൾ മത്സരിച്ച കാൻഡിഡേറ്റ്സ് ആരും വലിയ പൊളിറ്റീഷ്യൻസ് അല്ല. ഞാനൊരു വലിയ രാഷ്ട്രീയക്കാരനല്ല. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾ മുഴുവൻ മത്സരിച്ച് കഴിഞ്ഞപ്പം ഒന്നുകിൽ ഇവിടെ കേരള കോൺഗ്രസിന് അത്രയും വോട്ട് നേടിയില്ലേ. അത് മാത്രമല്ല, ഈ പറയുന്ന ഇത്രയും വർഷം BJP മത്സരിച്ചിട്ടും BJP കെട്ടിവെച്ച കാശ് പോയിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ നിന്ന് കൃത്യമായി അവർക്ക് എല്ലാ സ്ഥലങ്ങളിലും നല്ല വോട്ട് നേടാൻ കഴിഞ്ഞില്ലേ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഉറച്ചു നിൽക്കാൻ എന്ന് തന്നെയല്ലേ? ഒരു സ്ഥലത്ത് ഉറപ്പെങ്ങനെ പറയാൻ പറ്റും? രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം ആർക്കെങ്കിലും ഈ പറയുന്ന കേരളത്തിലുള്ള മുഴുവൻ ഘടകകക്ഷികളെ എടുത്ത് പരിശോധിക്കുക. ആർക്കെങ്കിലും ഞാൻ നാളെ മുതൽ ഇന്ന് LDF വിട്ട് പോകില്ല, LDF തന്നെയാണ് ഞാൻ നിങ്ങൾ നിൽക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ UDF തന്നെ നിൽക്കും, അല്ലെങ്കിൽ കേരള ഇവിടെ NDA നിൽക്കും, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊക്കെ വരും ദിവസങ്ങളിൽ എങ്ങനെ അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പോകുക. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം BDJSന് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കും കാര്യപരിപാടികൾ എന്നർത്ഥം. സാഹചര്യങ്ങൾക്കനുസരിച്ച് അതല്ലേ പറ്റൂ. അപ്പോൾ സംഗതിയുടെ കിടപ്പുവശം മനസ്സിലായല്ലോ. കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് ഭൂചലനം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ പാതാളത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു. അതിനിടയിൽ പറ്റിയ മേച്ചിൽപ്പുറം തിരഞ്ഞെടുക്കാനുള്ള ഓരോ തന്ത്രങ്ങളാണ് വെള്ളാപ്പള്ളിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ BJPക്കാർ വീഴുമെങ്കിൽ വീണോട്ടെ എന്ന് കരുതിയുള്ള നനഞ്ഞ പടക്കം മാത്രമാണ് ഈ ഭീഷണി സ്വരങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇടവേളയിലേക്കാണ് തിരിച്ചു വരുമ്പോൾ ചെന്നിത്തലയും സംഘപരിവാറും.